ഹലോ ഗൈസ്, വെൽക്കം. ഞാനിപ്പോൾ ഉള്ളത് ചാവക്കാട് ഫാം വില്ലയിലാണ്. ഞാൻ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാട്ടോ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ച് വന്നതാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. എനിക്ക് ടിക്കറ്റൊന്നും കയ്യിൽ കിട്ടിയില്ല. പകരം എനിക്ക് 4 പ്ലാവിലയാണ് കിട്ടിയത്. ഈ ഒട്ടകത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒന്നാമത് എനിക്കിങ്ങനെ പെറ്റ്സിനോടൊക്കെ ഭയങ്കര ക്രൈസുള്ള ആളാട്ടോ. ഏത് പെറ്റ്സിനെ കണ്ടാലും എനിക്ക് തൊടണം, അതിനെപ്പറ്റി അറിയണം, അങ്ങനെ ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അങ്ങനെ ഒട്ടകത്തിന് കഴിക്കാനൊക്കെ കൊടുത്തു. ഞാനിവിടെ വരാൻ മെയിനായിട്ടൊരു കാര്യമുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അങ്ങനെ ഒട്ടകത്തിന് പ്ലാവിലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഗ്യാപ്പിലൊന്ന് തൊട്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒട്ടകത്തിന് ഇത്ര അടുത്ത് നിന്നിട്ട് കാണുന്നതൊക്കെ. ഇതിനു മുമ്പ് വിട്ട് നിന്നിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തൊടുന്നതും ആദ്യമായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുളം ഉണ്ടായിരുന്നു. അതിലിങ്ങനെ അരയന്നം പോലത്തെ, അരയന്നം തന്നെയാണെന്ന് തോന്നുന്നു, ഒരു വെറൈറ്റി ഐറ്റം അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുതിര ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ കഴുത ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം കേട്ടോ. അവർ പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഫീഡ് ചെയ്തു. പിന്നെ മിനിയേച്ചർ ഹോഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴുതയൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും ചെറിയ കാളക്കുട്ടിയില്ലേ, അതിനെന്തോ പറയുന്നുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ പോയി തൊട്ടു. അങ്ങനെ കുത്തുന്നു ഇതാകുന്നൊന്നുമില്ല. ആൾ ഭയങ്കര സൈലൻ്റാണ്. എനിക്ക് ഞാൻ അടുത്ത പെറ്റ് എന്താവും അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാട്ടോ ഓരോ സ്ഥലത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ആഫ്രിക്കൻ തത്ത ഉണ്ടായിരുന്നു. ഞാൻ കയ്യിൽ തെന എടുത്തിട്ട് കയ്യിൽ വെച്ചില്ല, എല്ലാവരുടെ കയ്യിൽ നിന്നും ആൾ മേടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെ കണ്ടപ്പോൾ ആൾ മേടിക്കുകയല്ല ചെയ്തത്, നേരെ എൻ്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് കയറുക കേട്ടോ ചെയ്തത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, കാരണം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ആൾ. അതുപോലെ കടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അപ്പോൾ ഈ മേടിച്ച ആൾ പറയുന്നുണ്ടായിരുന്നു, കടിച്ചാൽ നല്ല മുറിയാവും, ശ്രദ്ധിക്കണം എന്നങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കിളി, നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേർഡൊക്കെ പോലത്തെ ഒരു ബാഡാണ്. അതിനെങ്ങനെ കയ്യിലെടുത്ത് തിന്നാനൊക്കെ കൊടുത്ത് കീത്തുവിനെ പിടിക്കണം എന്നുണ്ട്. പക്ഷേ ആൾക്ക് അടുത്തേക്ക് വരുമ്പോൾ ഭയങ്കര പേടി വിട്ട് കേട്ടോ. കൈയായിട്ട് ഇങ്ങനെ പോകും, തൊടാൻ പറഞ്ഞ ആൾ തൊടുന്നില്ല, പേടിച്ച് നിൽക്കും. പിന്നെ ഇവക്കും എൻ്റെ അതേ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ പെറ്റ്സിനൊക്കെ കാണുമ്പോഴും ഇതാകുമ്പോഴും ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വിട്ട് നിന്ന് കാണും, പക്ഷെ തൊടാനും പിടിക്കാനൊക്കെ എപ്പോഴും പേടിയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ പോലെ റെഡിയായി വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഗിനി പിഗും അതുപോലെ തന്നെ മുയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ കണ്ടിട്ട് ഏട്ടനും അച്ഛനൊക്കെ പറയുന്നുണ്ടായിരുന്നു, അത് കുഞ്ഞു മുയല. അപ്പം ഞാൻ പറയും അത് ഗിനി പിഗാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാൻ ഒരുപാട് ഇങ്ങനെ കണ്ട് പഠിച്ചെടുത്തിട്ടുള്ളതാണ് ഓരോന്നിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് തെറ്റിച്ച് പറയുമ്പോൾ അറിയാത്തവർക്ക് നമുക്ക് അറിവ് പറഞ്ഞു കൊടുക്കാമല്ലോ എന്നുള്ള ഇതിലൊക്കെയാണ് ഞാനത് ഗിനി പിഗാണ്. അതുപോലെ തന്നെ ഓരോ ഇനം റാബിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വെറൈറ്റി കോഴിക്കുട്ടി ഇട്ടാൽ ഇതിനവർ കളർ ചെയ്തതാണ്. നോർമലി ഇതിൻ്റെ കളർ വൈറ്റാണ്. അത് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു കോഴിക്കുട്ടികളൊക്കെ കളർ അടിച്ച് വിടില്ലേ, അതുപോലെ ഇതിന് ഒരു ഭംഗിക്ക് വേണ്ടി കളർ അടിച്ച് വിട്ടിക്കുകയാണ്. അവിടെ ഒരുപാട് എണ്ണം ഉണ്ട്, മഞ്ഞയുണ്ട്, പിങ്കുണ്ട്, വേറെ ഏതൊക്കെയോ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിനെയാണ് പിടിച്ചത്. അപ്പോൾ സൈലൻ്റ് ആട്ടോ, കൊത്തൊന്നും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നഖം നല്ല മൂർച്ചയുണ്ടായിരുന്നു. പിന്നെ ഷുഗർ ഗ്ലേഡ്, അയ്യോ എനിക്ക് അത് ഭയങ്കര ക്യൂട്ട്, ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. കൈ കൂടെ കയറുന്നുണ്ടായിരുന്നു. സുഡും ശ്രീകുട്ടനൊക്കെ ഇതിനെ പിടിക്കാൻ പേടിച്ചെങ്കിൽ കൂടി ഞാനെടുത്ത് കണ്ടുകൊണ്ട് അവർ പിടിച്ചു. കീത്തു ആകെ വെപ്രാളം പിടിക്കുക കേട്ടോ. അവൾക്ക് പിടിക്കണമെന്നുണ്ട്, പക്ഷേ അടുത്തേക്ക് വരുമ്പോൾ പേടിയായിരുന്നു. പിന്നെ ഈ ഷുഗർ ഗ്ലേഡിനൊക്കെ ഞാനിപ്പോൾ അടുത്തെങ്ങാണ്ടാണ് ഇതിനൊക്കെ പറ്റി അറിയുന്നതും ഇതാവുന്നതും. അപ്പോൾ ഇപ്പോൾ അടുത്തറിഞ്ഞിട്ട് തന്നെ ഇപ്പം തന്നെ എനിക്ക് പിടിക്കാനും അതുപോലെ തൊടാനും കാണാനൊക്കെ പറ്റിയില്ല, ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ആ പയ്യൻ എന്ത് ചെയ്തു, അമ്മയുടെ തലയിൽ ഒരെണ്ണത്തിന് വെച്ചെടുത്തോട്ടോ. ഗീത്തു ആകെ കിടന്നിങ്ങനെ വെപ്രാളടിയാണ്. അവൾക്ക് ഇങ്ങനെ തൊപ്പിയൊക്കെ ഉള്ളതിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തൊടുമ്പോഴത്തേക്കും ആൾക്ക് ഒരു പേടിയും കാര്യങ്ങളും വരികയാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ വരാൻ മെയിനായിട്ടൊരു കാര്യമുണ്ടെന്നുള്ളത്. ആ കാര്യമാണ് ഇവനാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഞാൻ ഒരുപാട് റീൽസിൽ കണ്ടു, ഇവനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തലയിലെടുത്തിടാം, തലയിൽ മീൻസ് കഴുത്തിലൂടെയൊക്കെ ഇട്ട് തരും എന്നൊക്കെ അറിഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആണ് വന്നത്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പാമ്പിനെ തൊടണം, പിടിക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇതുപോലെ ഇങ്ങനെ കഴുത്തിലിടാൻ പറ്റും എന്നുള്ളത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഒരുപാട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ടൈം കഴുത്തിലിട്ടപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ആഗ്രഹം സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് ഏട്ടൻ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
എന്താ പറയുക, ആ കളിയാക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇട്ടല്ലോ എന്നുള്ള ഒരു ഇതിൽ ഏട്ടൻ ഇട്ടിട്ടില്ലെങ്കിൽ മോശമല്ലേ. ഏട്ടൻ ഭയങ്കര പേടിച്ച് നിൽക്കുകയായിരുന്നു. കുഞ്ഞു കുഞ്ഞു കുട്ടികൾ വരെ ഇടുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഏട്ടൻ ഇട്ടത്. അത്രയും കുഞ്ഞു കുട്ടികൾ ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ മോശമല്ലേ. അതുപോലെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ, നമുക്ക് ഉമ്മയൊക്കെ വെക്കാം, ഭയങ്കര നീറ്റാണത്. അതുപോലെ ഇതാ പിന്നെ ടർക്കി, കോഴി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഇഗ്വാനാസ് ഉണ്ടായിരുന്നു. മുട്ടയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താ വെറൈറ്റി പലതരം കോഴികളുണ്ടായിരുന്നു. ഇതാ ഏട്ടൻ കീത്തുവിന് പറഞ്ഞു കൊടുക്കാം കേട്ടോ, അതൊക്കെ അച്ഛൻ്റെ പൂർവികന്മാരാണ്, പപ്പയുടെ പൂർവികന്മാരാണെന്ന് പറഞ്ഞ് ഏട്ടൻ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊരു വെറൈറ്റി അണ്ണാനാണ്, ഏത് അണ്ണാനാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല. അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ സൂവിലൊക്കെ എഴുതി വയ്ക്കുന്ന പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഇതൊരു കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആഫ്രിക്കൻ ലവ് ബേർഡിനെ ഹാൻഡ് ഫീഡ് ചെയ്യാം. എന്താ പറയുക, പക്ഷേ എല്ലാവരും ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ച് വയറ് വീർത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ് പോയത്. ഒരുപാട് പേര് കഴിക്കാൻ കൊടുത്തിട്ട് ഫുഡൊന്നും കണ്ടിട്ട് വരുന്നില്ല. വിളിച്ചിട്ടാണ് ഒരെണ്ണമൊക്കെ വന്നത്. ഇത് പിന്നെ ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മുടെ ഒരു സിംബയുടെ മൂവിയിലില്ലേ, ഒരു എന്താ പറയുക, ദി കിങ് ലയണോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർക്കുന്നില്ല. അതിലെ ആ ഒരു ജീവിയാണത്. അതുപോലെ തന്നെ ഒട്ടകപ്പക്ഷി ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര ജാട, അതുവരെ അവിടെ നിന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ആൾ പോയി. പിന്നെ ഇത് ഇങ്ങനെ ഒരു ആടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ഒരുപാട് പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഓരോന്നും നോക്കുകയായിരുന്നു. എനിക്ക് ഇത് അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് എല്ലാവരുടെയും ചെല്ലക്കുട്ടിയായിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. എല്ലാവരും കൊഞ്ചിക്കുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. നല്ല എന്താ പറയുക, കൂട്ടായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് കുറച്ച് നേരം എന്താ പറയുക കൊഞ്ചിക്കലൊക്കെ ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് പോപ്കോണും കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹോഴ്സ് ഉണ്ടായിരുന്നു, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം, അതിൻ്റെ പുറത്തിരുത്തി ഫോട്ടോ ഒക്കെ എടുക്കാം. കീത്തുവിനെ പുറത്തിരുത്തി ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ഡീസൻ്റായിട്ട് നിൽക്കുക കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് നേരം അതിനെ തൊട്ടു തലോടിയൊക്കെ നിന്നു. ആദ്യമായിട്ടാണ് ഞാൻ മുമ്പ് കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടെങ്കിലും അന്ന് ഭയങ്കര ഹൈറ്റുള്ള കുതിരയായിരുന്നു. പിന്നെ ഇതാ ഇഗ്വാനേനെ ഞാൻ എടുത്തു. ഇത് കേട്ടിട്ട് ഏട്ടനും ചേച്ചിയൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇവർക്ക് ഒന്നിനെയും പേടിയില്ല. എനിക്ക് സത്യം പറയാമല്ലോ, എനിക്ക് ഇതിനോടൊക്കെ ക്രൈസാണ്. പല്ലി, പാറ്റ, വണ്ട് അതൊക്കെ എനിക്ക് പേടിയാണ്. പക്ഷേ ഇങ്ങനത്തെ പെറ്റ്സിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, തൊടാനും പിടിക്കാനും എടുക്കാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഒരു ആട്ടുകുട്ടി ഉണ്ടായിരുന്നു. ഇത് ഏത് ഇനം ആടാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ അതിൻ്റെ കുട്ടി. അതുപോലെ തന്നെ ഇതാ ഇവിടെ വേറെ ഒരുപാട് ഇനം ആടുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ യമു ഉണ്ടായിരുന്നു. യമുന് കഴിക്കാനൊക്കെ കൊടുത്തു. ഏട്ടൻ്റെ കൈയൊക്കെ കടിച്ചുകൊണ്ടായപ്പോൾ ഒറ്റ കുത്തലിനൊക്കെ ഫുൾ എടുക്കുക. അങ്ങനെ അമ്മയ്ക്ക് ഏട്ടൻ്റെ കൈ കുത്തിയപ്പോൾ അമ്മയ്ക്ക് പേടിയായി. അങ്ങനെ ഞാൻ കൊടുത്തു. വേദനയുണ്ട് കേട്ടോ, നല്ല വേദനയുണ്ട്. പക്ഷേ നമുക്ക് വല്ലപ്പോഴൊക്കെ വീട് കിട്ടുന്ന അവസരമല്ല ഇങ്ങനെ കഴിക്കാൻ കൊടുക്കാനൊക്കെ. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ വേതാളത്തിൻ്റെ പോലത്തെ ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസം, ഭയങ്കര ക്യൂട്ടായിട്ടായിരുന്നു അതിൻ്റെ മുഖം. അതുപോലെ തന്നെ വേറെ ഒരു 2-3-4 ഐറ്റം ആടുകളുണ്ടായിരുന്നു. എനിക്കതൊന്നും ഏതാണ് എന്നൊന്നും അറിയില്ല. പിന്നെ ഈ ഒരു ഇനം ആടുണ്ടായിരുന്നു. ഇതിനെയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്, റീൽസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. കണ്ടോ, എന്താ പറയുക, ഇനി കീത്തുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ യമു നോക്കി ഇതാണ് ഞാൻ പറഞ്ഞ വേതാളത്തിൻ്റെ ലുക്കുള്ള ഒരു ആട്ടുംകുട്ടി. അതിന് ചൊറിഞ്ഞപ്പോൾ ഏട്ടൻ പോയി ചൊറിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നതായിട്ട്, നമ്മളെ കണ്ടിട്ട് പേടിച്ച് മാറി നിൽക്കുക അങ്ങനെയൊന്നുമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ജ്യൂസായിരുന്നു. എനിക്ക് എന്താ പറയുക, കുറച്ച് എരിവൊക്കെ ഉള്ളതായിരുന്നു കഴിക്കാൻ തോന്നുന്നത്. എല്ലാവരും മധുരമുള്ളതാണ് ഓർഡർ ചെയ്തത്. ഞാനും അച്ഛനും കാന്താരി നെല്ലിക്ക സോഡ ഒഴിച്ചതാണ് ഇതാക്കിയത്. ഏട്ടൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അയ്യോ, ഏട്ടൻ്റെ എക്സ്പ്രഷൻ കണ്ടോ, ഭയങ്കര എരിവുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി എരിവ് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഞാനത് നന്നായിട്ട് കുടിച്ചു. എന്താ പറയുക, വയറൊക്കെ നന്നായിട്ട് കത്തിക്കാളുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല കത്തിക്കാളുന്നുണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല കത്തിക്കാളുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മൊത്തം കുടിച്ചു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു വെറൈറ്റി ജ്യൂസായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചു. അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.